വനത്തിലേക്ക് കയറി. അവിടെ നിറയെ ആൾക്കാർ പല പല രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ വീണ്ടും വനത്തിൽ കൂടെയുള്ള യാത്ര തുടരുകയാണ്. അണ്ണാ 200 രൂപ കൊടി കൊടുണ്ണ കൊടുക്കണ്ട കൊടുണ്ടേ അല്ല അത് വേണ്ട, അത് ഉണ്ടാക്കി പോകുന്ന അത് വേണ്ട പിന്നെ വേണ്ട. സത്യമംഗലം ഘാട്ടിലെ കച്ചവടക്കാരാണ്. ഈ സത്യമംഗലം വനത്തിൽ ധാരാളം മാനുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം വനത്തിൽ നിൽക്കുന്ന മാനുകളാണ്. അവർ തീറ്റി തേടി ഈ വനത്തിലേക്ക് വന്നിരിക്കുന്നതാണ്. ഉൾവനത്തിലാണ് ഇതുങ്ങൾ എപ്പോഴും കാണപ്പെടുന്നത്. എന്നാലും വെള്ളം കുടിക്കാനും പച്ചപ്പുല്ലുകൾ തിന്നാനും വേണ്ടി അവൻ നേരെ ഇങ്ങോട്ട് വെച്ചു. ഇതിന് ഭവാനി ഡാം, തമിഴ്നാടിൻ്റെ പരിധിയിലുള്ള ഭവാനി ഡാമാണ് ഈ കാണുന്നത്. ഈ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകിയാണ് കൃഷിയിടങ്ങളിലേക്ക് ചെന്ന് ചേരുന്നത്. ചെക്ക് ഡാം തുറന്നു വിട്ടിട്ടുണ്ട്. അതിലെ ജലമാണ് നീങ്ങി വരുന്നത്. വീണ്ടും ഞങ്ങൾ സത്യമംഗലം വനത്തിൽ കൂടെ യാത്ര തുടരുകയാണ്. ഘോര വനമാണെന്ന് പറഞ്ഞാൽ ഘോര വനമാണ്. ഇവിടെ ധാരാളം ആനകളും കടുവകളും പുലികളും കുരങ്ങുകളും മാനുകളും ധാരാളം ഇവിടെ കാണാൻ സാധിക്കും. വീണ്ടും ധാരാളം മാനുകൾ ഇവിടെ കാണാം. ഇതെല്ലാം ഞങ്ങൾ കാറിൽ നിന്നാണ് പകർത്തിയിരിക്കുന്നത്. വണ്ടി നിർത്താൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വണ്ടി പതുക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പകർത്തിയതാണ്. ഈ വനത്തിൽ വാഹനങ്ങൾ നിർത്തി ഇറങ്ങി വീഡിയോ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കരുത്. ഇത് പ്രോഹിബിറ്റഡ് ഏരിയ. ഈ പറഞ്ഞ പോലെ മാന്റെ പുറകിൽ തന്നെ മറ്റേ സാധനം കാണും ചിലപ്പോ. വീണ്ടും സത്യമംഗലം കാടിൽ നിന്ന് നേരെ ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് ഞങ്ങൾ എത്തിച്ചേർന്ന്. അവിടുന്ന് സ്വല്പം വിശ്രമിച്ചു. അതിനുശേഷം ഒരു ചായയൊക്കെ കുടിച്ചു.
അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ പകർത്തി വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. സൺഫ്ലവർ സൺഫ്ലവർ നോക്കിട്ട് കിടന്നോ മോനെ ഇതാ. ഇത് കണ്ടോ സാർ ഏതാണ്ട് 2 മണിയായി. എല്ലാവർക്കും വിശപ്പ് തോന്നി. എന്നാൽ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഡിപ്പ് ഹോട്ടൽ വന്ന് കയറി. അവിടെ ഞങ്ങൾ ഊണ് കഴിച്ചു. ഈ നെയ് റോസ്റ്റ് കഴിച്ചു. ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഉടുപ്പി ഹോട്ടലിലേക്ക് കയറി. നേരെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു.